ജീവിതത്തിൽ അശക്തരായി തീരുന്ന മനുഷ്യനെ സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് മാറ്റിക്കളയുന്ന ഒരു സാമൂഹിക സ്ഥിതിവിശേഷം ചെറുതായിട്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അശക്തരായി തീർന്ന മനുഷ്യനെ ആളുകൾക്ക് ആവശ്യമില്ലാതായി മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള പ്രവണതകൾ നമുക്ക് കാണുവാൻ കഴിയും. ജീവിതത്തിൽ ശക്തിയും കരുത്തും എല്ലാവിധമായ സന്നാഹങ്ങളും നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ നമ്മളെ ആവശ്യമുള്ളവർ ഏറെ ഉണ്ടാകും. എന്നാൽ പലവിധമായ കാരണങ്ങളാൽ നമ്മൾ അശക്തരായി കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മോട് ചേർന്ന് വരുവാനും നമ്മുടെ കൂടെ നിൽക്കുവാനും ധാരാളം ആളുകളില്ലാത്ത ഒരു പരിസ്ഥിതി സംജാതമാകുവാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി നഷ്ടപ്പെട്ടു പോയി ബലഹീനനാണ് നിങ്ങളെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളെ തള്ളിക്കളയാത്ത, നിങ്ങളെ ഉപേക്ഷിച്ച് കളയാത്ത ഒരു കർത്താവിനെയാണ് ഈ വിശുദ്ധ തിരുവെഴുത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ തൻ്റെ ജനത്തിന് ശക്തി കൊടുക്കുന്നവനാണ്. വിശുദ്ധ ബൈബിളിൽ അശക്തരായിത്തീർന്ന മനുഷ്യരെ, അവരെ മാറ്റിക്കളയുന്ന ദൈവത്തെക്കുറിച്ചല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത്തരം മനുഷ്യരെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ വാഞ്ചയുണ്ടായിരുന്ന, ദൈവത്താൽ ശാക്തീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചിരുന്ന മനുഷ്യരെ ശക്തീകരിക്കുന്ന, അവരെ ബലത്തോടെ നിറയ്ക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് ഒരിക്കൽ അശക്തനായി തീർന്ന മനുഷ്യനായിരുന്നു. അവനെ ഭരമേൽപ്പിച്ച് അവനെ വിളിക്ക് യോഗ്യമായ നിലകളിൽ മുമ്പോട്ട് വരുവാൻ കഴിയാതെ പ്രയാസത്തിൽപ്പെട്ട മനുഷ്യനായിരുന്നു. തള്ളപ്പെട്ടു പോയ മനുഷ്യനായിരുന്നു. അശക്തനായി തീർന്ന മനുഷ്യനായിരുന്നു. എന്നാൽ തിബരിയാസിൻ്റെ കടൽക്കരയിൽ വെച്ച് കർത്താവിനെ സന്ധിച്ച് അവന് ദിശാബോധം നൽകി ക്രിസ്തീയ ശുശ്രൂഷ രംഗങ്ങളിലേക്ക് മനോഹരമായ നിലയിൽ അവനെ ഉയർത്തിക്കൊണ്ടുവരുന്ന അനുഗ്രഹീതമായ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ജീവിതത്തിൻ്റെ വേളകളിൽ എപ്പോഴും അശക്തിയുടെ ഒരു വല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് വീണുപോകാൻ സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ ജനത്തെ ശക്തീകരിക്കുന്നവനാണ്, ദൈവം തന്നെ ജനത്തെ സഹായിക്കുന്നവനാണ്. തിരുവെഴുത്തിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ സമാധാനം നൽകി തൻ്റെ ജനത്തെ അനുഗ്രഹിക്കും. നിങ്ങൾ കർത്താവിന് ജനമായി ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സാന്ത്വനവും സമാധാനവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവായ യേശു മതിയാവനാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന് കർത്താവെ, അവിടുത്തെ നിർവചിക്കാൻ കഴിയാത്ത സമാധാനത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് എൻ്റെ ഹൃദയത്തെ അങ്ങ് പരിപോഷിപ്പിക്കണം എന്ന് താങ്കൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആ അണഞ്ഞു പോകാത്ത സമാധാനത്തിൻ്റെ ഉയർന്ന അനുഭവങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ നൽകിത്തരാൻ യേശു മതിയായവനാണ്.